Assalamu Alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. So, beginning today's physics class with a new chapter. Starting with the dua, Rabbi Yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay. We are going to learn chapter number 4, Reflection of Light. നല്ല രസകരമായൊരു ചാപ്റ്ററാണ്. നമ്മൾ സറൗണ്ടിങ്സുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്, ഒരു കൊച്ചു ചാപ്റ്ററാണ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ നമ്മൾ സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും എന്തുകൊണ്ടാണ് നമ്മളത് കാണുന്നത്? വൈ ഡു വി സീ ദ ഒബ്ജക്ട്സ് വി സീ അറൗണ്ട് അസ്? ബിക്കോസ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്, അല്ലേ? നമ്മൾ ലൈറ്റ് ഉള്ള വെട്ടം ഉണ്ടെങ്കിലല്ലേ നമുക്കെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ അതിനകത്ത് ലൈറ്റ് വന്ന് വീഴണം. അത് നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ കണ്ണിലോട്ട് ഒരു ഇമേജ് പതിക്കുകയാണ്, അല്ലേ? നമ്മുടെ കണ്ണിലോട്ട് ഒരു ഇമേജ് പതിക്കുകയാണ്. ആ ഇമേജ് നമ്മുടെ റേസ് ആ സർഫസിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരണം, നമ്മുടെ കണ്ണിലോട്ട് വരണം, എന്നാൽ നമുക്കത് കാണാൻ പറ്റും, അല്ലേ? അപ്പം ഏതൊരു സർഫസ് എടുത്താലും, നല്ല സ്മൂത്ത് പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആയാലും ഇറഗുലർ ആയിട്ടുള്ള സർഫസ് ആയാലും, ലൈറ്റ് വിൽ ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ആൻഡ് ലൈറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ റേ ഓഫ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് റേ, അപ്പോൾ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒരു സർഫസിൽ, ഞാനിപ്പോൾ ഇതൊരു സർഫസായിട്ട് കൺസിഡർ ചെയ്യാണ്. ഈ ഒരു സർഫസിൻ്റെ നോൺ റിഫ്ലക്റ്റിംഗ് സൈഡാണ് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പം അപ്പർ പാർട്ട് ഈസ് ദ റിഫ്ലക്റ്റിംഗ് സൈഡ്, ലോവർ പാർട്ട് ഈസ് ദ നോൺ റിഫ്ലക്റ്റിംഗ് സൈഡ്. ഇപ്പം റിഫ്ലക്റ്റിംഗ് സൈഡ് ഇതാണ്. ഓക്കെ, I am incidenting a ray to the surface. Suppose this is AO, ray AO. Okay, incident ray ചെയ്തു, incident ray AO. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് OB, reflected ray OB. What is the peculiarity of this? Angle of incidence and angle of reflection are the same. Angle of incidence and angle of reflection are the same. എന്ന് പറഞ്ഞാൽ AO എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ OB. AO എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് റേ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ മാർക്ക് ചെയ്യും? ജസ്റ്റ് draw a perpendicular to the surface. അപ്പോൾ നമുക്ക് ഒരു നോർമൽ വരച്ച് ആ നോർമലിൽ നിന്ന് ഇൻസിഡൻറ്റ് റേയിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലിൽ നിന്ന് റിഫ്ലക്റ്റഡ് റേയിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. കേട്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചാൽ in a smooth surface, angle of incidence of light rays is equal to angle of reflection. അതാണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ all lie in the same plane.
ഇപ്പോൾ രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷന് 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇൻസിഡൻറ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതലം. ഒരേ പ്രതലത്തിൽ തന്നെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, ആംഗിൾ അല്ല, റേ ഓഫ് ഇൻസിഡൻസും റിഫ്ലെക്റ്റഡ് റേയും നോർമലും ലൈ ചെയ്യുന്നത്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ അല്ല, ഇൻസിഡൻറ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പോൾ ഇതൊരു ഇൻസിഡൻറ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ, നോർമലിൻ്റെ ഡയഗ്രമാണ്. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്ലെയിൻ മിററായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു സർഫസ് പോലെ ഒരു പ്ലെയിൻ മിററായിട്ട് കൺസിഡർ ചെയ്യാം. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ണാടി നോക്കുന്ന ഒരു മിററിൻ്റെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലെക്റ്റഡ് റേയുമാണ് കേട്ടോ. നെക്സ്റ്റ്, റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. ഞാൻ പറഞ്ഞു, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്മൂത്ത് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും. ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും എല്ലാം പാരലലിൽ പോവും. പക്ഷേ ഇറഗുലർ സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ, സ്മൂത്ത് സർഫസ് അല്ല, റഫ് സർഫസ് ആണ്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ഒന്ന്. വേറൊരു ഇൻസിഡൻറ്റ് റേ ഇതിന് പാരലലായിട്ട് വന്നു, പക്ഷെ റിഫ്ലെക്റ്റഡ് റേ വേറെ ഡയറക്ഷനിലോട്ട് പോയി. വേറെ ഒരു ഇൻസിഡൻറ്റ് റേ പാരലലായിട്ട് വന്നു, ബട്ട് റിഫ്ലെക്റ്റഡ് റേ വേറെ ഡയറക്ഷനിലോട്ട് പോയി. കണ്ടോ? ഈ ഇൻസിഡൻറ്റ് റേയും ഈ റിഫ്ലെക്റ്റഡ് റേസും ഇറഗുലർലി സ്കാറ്റർ ചെയ്തു പോകുന്നു. അപ്പോൾ സ്കാറ്ററിങ് നടക്കുന്നുണ്ടല്ലേ? സ്കാറ്റർ ചെയ്താണ് റിഫ്ലെക്റ്റഡ് റേസ് പോകുന്നത്. അതിനെ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ഈ ഇറഗുലർ റിഫ്ലക്ഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, ഇൻ ദ അറ്റ്മോസ്ഫിയർ വി ഹാവ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റിങ് ഓൺ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ദേ റിഫ്ലെക്റ്റ് ഇറ്റ് ഇറഗുലർലി. കേട്ടോ? അതിനെയാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഇറഗുലർ റിഫ്ലക്ഷൻ നടക്കുമ്പോഴാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ. നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്ത് മിററാണ്? നമ്മളുടെ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ണാടി നോക്കുന്ന മിററാണ് അല്ലേ? സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പ്ലെയിൻ മിറർ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു പ്ലെയിൻ മിറർ വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് സർഫസ് ആണ്. നമ്മൾ സ്മൂത്ത് സർഫസസിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിറർ വരച്ചു. ഇത് നോൺ റിഫ്ലെക്റ്റിംഗ് സർഫസ് ആണ്. അതിനിങ്ങനെ ഡാഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ആൻ ഓബ്ജക്റ്റ് O ഈസ് പ്ലേസ്ഡ് ഹിയർ. ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് O is placed in front of the mirror and we are watching it from this side. ഓക്കെ, നമ്മളുടെ കണ്ണാണ് ഇതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ O എന്ന് പറയുന്ന ഓബ്ജക്റ്റിലോട്ട് ലൈറ്റ് വീഴും. അപ്പോൾ O എന്തോ ചെയ്യും? അത് മിററിലോട്ട് കൊടുക്കും. ഓയിൽ നിന്ന് 2 റേസ് നമ്മൾ മിററിലോട്ട് കൊടുക്കുക. ഓക്കെ, ഈ 2 റേസും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവിടെ, ദിസ് ഈസ് ദ റിഫ്ലെക്റ്റഡ് റേ. റിഫ്ലെക്റ്റഡ് റേ നമ്മുടെ കണ്ണിലോട്ട് വരയ്ക്കണം. ഇതിൻ്റെ റിഫ്ലെക്റ്റഡ് റേ നമ്മുടെ കണ്ണിലോട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ കണ്ടത്? ഈ റിഫ്ലെക്റ്റഡ് റേസ് എന്ത് ചെയ്യുന്നില്ല? മീറ്റ് ചെയ്തില്ല അല്ലേ? ഈ റിഫ്ലെക്റ്റഡ് റേസ് രണ്ടും ഒരു സ്ഥലത്തോട്ടും മീറ്റ് ചെയ്തില്ല. നമുക്ക് ഈ കണ്ണ് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം. ഈ റിഫ്ലെക്റ്റഡ് റേസ് ഒരു പാരലൽ പോലെ പോവുകയാണ് അല്ലേ? എവിടെയും മീറ്റ് ചെയ്യുന്നില്ല. ഇൻസിഡൻറ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ. ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് സി, ഇത് ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം
ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും വരച്ചതിന് ശേഷം ഈ റിഫ്ലക്റ്റഡ് റേ എവിടെയും മീറ്റ് ചെയ്യുന്നില്ല. ഒരു ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യണം. പക്ഷേ ഈ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യിപ്പിക്കണം. എങ്ങനെ മീറ്റ് ചെയ്യിപ്പിക്കും? ഈ റേസിനെ നമ്മൾ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യണം. നിങ്ങൾ കയ്യിൽ വരയ്ക്കുമ്പം ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ഈ ലൈനും ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദ പോയിന്റ്സ് ദ റിഫ്ലക്റ്റഡ് റേസ് എക്സ്റ്റെൻഡഡ് ബാക്ക്വേർഡ്സ് അപ്പിയർ ടു മീറ്റ് അറ്റ് പോയിന്റ് ഐ. ഇപ്പോൾ റിഫ്ലക്റ്റഡ് റേസ് നമ്മൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ച് അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ഐ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഐ. അപ്പോൾ അത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണോ ഇമേജ് ഫോം ചെയ്തത്? നോ, ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ മിറർ ആൻഡ് ഓൾസോ റിഫ്ലക്റ്റഡ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്തില്ല. The reflected rays are appearing to meet at the back of the mirror and the image is formed here at the back of the mirror. അപ്പോൾ ഈ ഇമേജിന് ഒരു പേരുണ്ട്, വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് ആണ്. മിററിൻ്റെ ബാക്ക് സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജസ് ഒക്കെ വെർച്വൽ ഇമേജ് ആണ്. അപ്പം മിററിൻ്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഫോം ചെയ്തെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. അപ്പം ഇത് വെർച്വൽ ഇമേജ് ആണ്. അപ്പം നമുക്കറിയാം, ഫ്രം ദ മിറർ ഒബ്ജക്റ്റ് ഒ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു അല്ലേ? ഇമേജ് ഡിസ്റ്റൻസിനെ ഞാൻ വി എന്ന് വിളിച്ചു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും പ്ലെയിൻ മിററിൽ സെയിം ആയിരിക്കും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ് ഇൻ പ്ലെയിൻ മിറർ. അപ്പം എത്രമാത്രം മിററിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് ഉണ്ടോ അത്രയും മാത്രം മിററിൻ്റെ ബാക്കിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഒബ്ജക്റ്റ് സപ്പോസ് ഇറ്റ് ഈസ് കെപ്റ്റ് 2 cm in front of the mirror, then the image will be formed 2 cm at the back of the mirror. മനസ്സിലായോ? Then what are the other peculiarities of a plane mirror? The image formed in the plane mirror. ആദ്യം u is equal to v എന്ന് പറയുന്ന ആ ഒരു ഐഡിയ പറഞ്ഞു. നെക്സ്റ്റ് വൺ, നമ്മൾക്ക് വെർച്വൽ ഇമേജസ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ അറിയാം? നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മുടെ സൈസ് ചെറുതാക്കിയോ നമ്മുടെ സൈസ് വലുതാക്കിയോ കാണിക്കോ? ഇല്ല. ഒബ്ജക്റ്റ് ഈസ് സെയിം സൈസ് ആയിട്ടേ കാണിക്കത്തുള്ളൂ അല്ലേ? അപ്പം image formed by the plane mirror will have the same size as of the object. Image size will be equal to object size അല്ലേ? ചെറുതാക്കൂ വലുതാക്കൂ? ഇല്ലല്ലോ. ഇമേജ് സൈസ് ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് സൈസ്. പിന്നെ നമുക്ക് എന്തൊക്കെ അറിയാം? ഒരു കാര്യം കൂടെ അറിയാം. സപ്പോസ് ഞാനൊരു ഒരാൾ ഒരു പോക്കറ്റുള്ളൊരു ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അയാളുടെ ഇമേജ് എങ്ങനെയായിരിക്കും കാണുന്നത്? പോക്കറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഷർട്ടിലെ പോക്കറ്റ് ആണെങ്കിൽ അത് റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും. റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് എന്നുണ്ടെങ്കിൽ മിറർ അത് ലെഫ്റ്റ് സൈഡായിട്ട് കാണിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് പൊക്കിയാൽ അത് റൈറ്റ് ഹാൻഡാണോ പൊക്കുന്നത്? അല്ല. ഇഫ് യു ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ് ദ ഇമേജ് വിൽ ലിഫ്റ്റ് ഇറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ്? സോ laterally inverted images are formed in plane mirror. Laterally inverted images are formed in plane mirror. After drawing this, we can write the points of images formed by the plane mirror. Write with me. Images formed by the plane mirror. Object distance equal to image distance.
image is same size as of object. Laterally inverted image is obtained. Fourth one, virtual image and erect image is obtained. Erect എന്ന് പറഞ്ഞാൽ നേരെ ഇരിക്കുന്ന. Virtual and erect image is obtained. നമ്മൾ തല തിരിഞ്ഞാണോ പ്ലെയിൻ മിററിൽ കാണുന്നത്? നമ്മൾ അല്ലല്ലോ, നമ്മൾ നേരെയല്ലേ കാണുന്നത്. അപ്പം ഇറക്റ്റ് ഇമേജ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? The image is formed behind the mirror, so it is called virtual. അപ്പോൾ what are the features of images formed by a plane mirror? Object distanceും image distanceും equal. Then image size is same as that of the object. Laterally inverted images is formed and virtual erect images are obtained by a plane mirror. നെക്സ്റ്റ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. അപ്പം നമ്മൾ ഈ പ്ലെയിൻ മിറേഴ്സ് ഒക്കെ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും? വീട്ടിൽ ഉപയോഗിക്കും, ഷോപ്സിലൊക്കെ ഉപയോഗിക്കും അല്ലേ? ട്രയൽ റൂംസിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം പ്ലെയിൻ മിററൊക്കെ നമുക്ക് അതിനൊക്കെ ഉപയോഗിക്കാം അല്ലേ? നോർമലി വീടുകളിൽ ഉപയോഗിക്കും. വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ഷോപ്സ് ഫോർ ടെക്സ്റ്റൈൽ ഷോപ്സിലൊക്കെ അല്ലേ? അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 or more mirrors are placed in the trial room. Why? എന്തിനാത്? ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഒരുപാട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ 3 സൈഡിലും മിറേഴ്സ് ഉണ്ടെങ്കിൽ 4 സൈഡിലും മിറേഴ്സ് ഉള്ള ഒരു സ്ഥലത്തൊക്കെ പോയാൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ഇമേജസ് ആർ ഫോംഡ് വെൻ മോർ ദാൻ 1 മിറേഴ്സ് ആർ പ്ലേസ്ഡ്. പ്ലെയിൻ മിറേഴ്സ് ആർ പ്ലേസ്ഡ്. അപ്പോൾ നമുക്ക് ഈ പ്ലെയിൻ മിറേഴ്സിനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, അതിൻ്റെ എഡ്ജസ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വെച്ചാൽ നമ്പർ ഓഫ് ഇമേജസ് കൂടുകയും കുറയും ചെയ്യും. അപ്പോൾ ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ മിറേഴ്സ്. ഓക്കെ, ഇപ്പം സപ്പോസ് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലേ? അപ്പം റൈറ്റ് ദ ഹെഡിങ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. Suppose I am keeping 2 plane mirrors 90 degree to each other. അതിൻ്റെ എഡ്ജ് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി രീതിയിലാണ് ഞാൻ 2 പ്ലെയിൻ മിററിനെ ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിച്ചോളൂ, ഞാൻ കണ്ണ് ഇവിടെ വരയ്ക്കുക. ഓക്കെ, നമ്മളുടെ ഇമേജസ് എവിടെയൊക്കെ കാണാം, എത്ര എണ്ണം കാണാം, എവിടെയൊക്കെ കാണാം എന്നാണ്. നമുക്ക് ഒരു ഇമേജ് ഇവിടെ കാണാം, ഒരു ഇമേജ് ഇതിന് നേരെ കാണാം, ഒരു ഇമേജ് ഈ പോയിൻറ്റിൻ്റെ നേരെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള റേസ് പോവും, ഇവിടെ നിന്നുള്ള റേസ് പോവും, ഇവിടെ നിന്നും റേസ് പോവും. എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്? ഇപ്പം ഈ റേയും 2 കണ്ണ് വരയ്ക്കണം. ഇവിടെ നിന്നുള്ള റേസ് പോവും, ഇവിടെ നിന്നുള്ള റേസ് പോവും, ഇവിടെ നിന്നുള്ള റേസ് പോവും. അപ്പം ഇമേജ് 1, ഇമേജ് 2, ഇമേജ് 3 കേട്ടോ. എത്ര 90 ഡിഗ്രി വെച്ചാൽ 3 ഇമേജസ് കാണാം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, 90 ഡിഗ്രി 2 പ്ലെയിൻ മിറേഴ്സ് 90 ഡിഗ്രി വെച്ചാൽ ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ 3 ഇമേജസ് ക്യാൻ ബി സീൻ. അപ്പോൾ ഇതിനൊരു ജനറൽ ഫോർമുലയുണ്ട്. എത്ര ആംഗിൾസിൽ നമ്മൾ മാറ്റി വയ്ക്കുന്നു അത്രയും കൂടുതൽ ഇമേജസ്, കുറച്ച് ഇമേജസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതെന്ത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആ ഒരു 3 ഇമേജസ് കിട്ടുന്നതെന്ന് നോക്കാം. Number of images n is equal to 360 degree by theta minus 1. ഈ തീറ്റ വേണമെങ്കിൽ 90 ആവാം, 45 ആവാം, 60 ആവാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ ഉണ്ടല്ലോ. 45 ഡിഗ്രി ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇമേജ് നമ്പർ എത്ര?
45 ആണെങ്കിൽ എത്ര ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 45 ഡിഗ്രി, അതായത് 360/θ 45 മൈനസ് 1 എത്രയാണ്? 8 -1 7. 45ന് പകരം 60 ആണെങ്കിൽ 360/60 ഡിഗ്രി മൈനസ് 1. 5 മൈനസ് 6 മൈനസ് 1 5. അടുത്തത് 90 ഡിഗ്രി. 90 ഡിഗ്രി ചെയ്ത് നോക്കിയേ. 360/90 ചെയ്യുക, എന്നിട്ട് മൈനസ് 1 ഇടുക. അപ്പം 4 - 1 3. ഇപ്പോൾ 45ന് 7 ഇമേജസ് ആർ ഫോംഡ്, 60ക്ക് 5 ഇമേജസ്, 90ക്ക് 3 ഇമേജസ്. ഇപ്പോൾ 120ക്ക് എത്ര ഇമേജസാണ്? 120ക്ക് 2 images are formed. 180ക്ക് 1 image is formed. കേട്ടോ? അപ്പം 7 5 3 2 1 ആ ഒരു ഓർഡറിലാണ് നമ്പർ ഓഫ് ഇമേജസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യേണ്ടത്. നൗ പ്ലെയിൻ മിറേഴ്സ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ ചോദിച്ചാൽ, if you get asked in the exam about multiple reflections in plane mirrors, what is the formula we use? Number of images obtained is equal to 360 degree by theta minus 1. How much number of images is formed when the plane mirrors are placed 90 degree to each other? 3 images are formed. If it is 45 degree, 7 images are formed. 60 degree, 5 images are formed. അപ്പം നമ്മൾ ഏറ്റവും അടുത്ത് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഇമേജസ് കാണാൻ പറ്റും. ദൂരോട്ട് പോകുമ്പോൾ നമ്പർ ഓഫ് ഇമേജസ് വിൽ ഡിക്രീസ്. റൈറ്റ്? അപ്പം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പഠിച്ചു, പ്ലെയിൻ മിററിൻ്റെ റിഫ്ലക്ഷൻ പഠിച്ചു, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കർവ്ഡ് മിറേഴ്സിനെ കുറിച്ചായിരിക്കും. ഓക്കെ, വേർ ഈസ് ദ ഇമേജ് ഫോംഡ് പഠിക്കണം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആണോ അല്ലയോ എന്നൊക്കെയുള്ള പഠിക്കണം, റേ ഡയഗ്രംസ് പഠിക്കണം. ഓക്കെ, അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരിക്കും. എന്തായാലും ഫോർ ദിസ് ക്ലാസ് ഐ ആം വൈൻഡിങ് അപ്പ്. I hope you understood everything. Assalamu Alaikum warahmatullahi wabarakatuh.